ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു കാര്യം നിങ്ങൾ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ചെയ്താൽ ശത്രുശല്യം നിങ്ങളുടെ വഴിക്ക് പോലും വരത്തില്ല എന്ന് മാത്രമല്ല, കടങ്ങളിൽ നിന്നുള്ള മോചനം ലഭിക്കുക എന്നുള്ളതാണ്. ഇത് നിങ്ങൾ ചെയ്തു നോക്കുക. നല്ല കാര്യം, അങ്ങനെയുള്ള കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ. ചെയ്തു നോക്കുക, നിങ്ങൾക്കത് ആർക്കും പ്രയോജനപ്പെടുന്ന കാര്യമാണ്. ഈ ഒരു കാര്യത്തിൻ്റെ പുറകിൽ കുറേ കാര്യങ്ങളുണ്ട് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ എല്ലാവിധ എത്ര കഠിനമായ ശത്രുശല്യങ്ങൾ അല്ലെ ശത്രുവിൻ്റെ പ്രവർത്തനങ്ങളെയും അതിനെ നമുക്ക് ദോഷമാകാത്ത രീതിയിൽ അത് തിരിച്ചുവിടും. നമുക്ക് നമ്മുടെ ഉയർച്ചയ്ക്കുള്ള കാര്യങ്ങളും സുഗമമായിട്ട് എല്ലാ കാര്യങ്ങളും നടക്കും. ശത്രുശല്യം നമ്മളുടെ 7 അയൽപക്കത്ത് പോലും വരത്തില്ല. മാത്രമല്ല, കടങ്ങളിൽ നിന്നുള്ള മോചനവും ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ ലളിതമായ കാര്യങ്ങളാണ്. ആവശ്യം നിങ്ങൾക്ക് കേട്ടിട്ട് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുമെങ്കിൽ നിങ്ങൾ ചെയ്യുക. ചെയ്തവർക്ക് ഗുണമുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും, ചെയ്യുന്ന രീതി പറയും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അത് ചെയ്യുന്ന രീതി കേട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യുക, അല്ലെ ചെയ്യാതിരിക്കുക. പിന്നെ സംഖ്യാരഹസ്യങ്ങൾ, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെ ചില കാര്യങ്ങളുണ്ട്. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ചില ഇംഗ്ലീഷ് അക്ഷരത്തിൻ്റെ രഹസ്യങ്ങൾ പറയുന്നുണ്ട്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഒരുപാട് ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ് പറയുന്നത്. മുഴുവൻ കാണാൻ ശ്രമിക്കുക കേട്ടോ, അത് ഗുണം ചെയ്യും. ഇനി വീഡിയോയിലേക്ക് വരാം. ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. അതിനാണ് വാട്സപ്പിൽ വെച്ചിരിക്കുന്നത്. അത് എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, ഒരുപാട് മെസ്സേജാണ് വരുന്നത്. പറ്റുന്നവർക്ക് റിപ്ലൈ തരും. ഇപ്പം ഞാൻ വാട്സപ്പ് എടുത്താൽ പോലും മെസ്സേജ് കേൾക്കണമെന്ന് നിർബന്ധമില്ല. എല്ലാവരെയും കേൾക്കാൻ പറ്റത്തില്ല, സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് സാഹചര്യം. ഇനി വീഡിയോയിലേക്ക് വരികയാണ്. ഇപ്പോഴെന്താണ് ആ കാര്യം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത്, നിങ്ങളുടെ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ നിങ്ങളുടെ പക്കനാളിന് ജന്മനക്ഷത്രം മാസത്തിൽ വരുന്ന ദിവസവും, ഈ ജന്മനക്ഷത്രത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട് കേട്ടോ. നിങ്ങൾ ജനിച്ച നക്ഷത്രം എല്ലാ മാസവും വരുമല്ലോ, പക്കനാൾ. അതിന് നിങ്ങൾ പോയി മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ കേട്ടോ. ഒന്നുകിൽ കുങ്കുമാഭിഷേകം. ഇപ്പോൾ എല്ലാ ക്ഷേത്രത്തിലും കുങ്കുമാഭിഷേകം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പല ക്ഷേത്രങ്ങളിലും ഉണ്ട്. അത് ഈ പക്കനാളിന് കുങ്കുമാഭിഷേകം ചെയ്യുക. കുങ്കുമാഭിഷേകം ഇല്ലാത്തടത്ത് കുങ്കുമാർച്ചന ചെയ്യുക. കുങ്കുമാർച്ചനയില്ലാത്തടത്ത് കുങ്കുമം നമ്മൾ സമർപ്പിക്കുക. ഇത് മൂന്നിലേതെങ്കിലും ഒന്ന് ചെയ്യുക. ഇതിൻ്റെ കൂടെ കടുംപായസവും ചെമ്പരത്തിമാലയും കൂടെ വെക്കണം. ഇപ്പം ചെമ്പരത്തിമാലയിൽ ചുവന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചന കൊടുക്കുക, കടുംപായസവും കൂടെ ചെയ്യണം. അതാണ് ഇതിൻ്റെ പുറകിലുള്ള രഹസ്യം. അപ്പം കുങ്കുമാഭിഷേകമാണേലും അതിൻ്റെ കൂടെ കടുംപായസം, ചെമ്പരത്തിമാല. ഇനി അതല്ല, കുങ്കുമാഭിഷേകമില്ല എങ്കിൽ കുങ്കുമാർച്ചന ചെയ്യാൻ പറ്റുമെങ്കിൽ കുങ്കുമാർച്ചനയും കടുംപായസവും ചെമ്പരത്തിമാലയും. ഇനിയും കുങ്കുമാർച്ചനയും ഇല്ലെങ്കിൽ കുങ്കുമം നമ്മൾ സമർപ്പിച്ചിട്ട് കടുംപായസവും ചെമ്പരത്തിമാലയും കൂടെ സമർപ്പിക്കുക. ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ചെയ്ത് നോക്കുക പക്കനാളിന്. എന്നിട്ട് നിങ്ങൾ അമ്മയോട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ചെമ്പരത്തിമാല ഇല്ല എന്നുണ്ടെങ്കിൽ ചുവന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചന ചെയ്യാൻ തിരുമയോട് പറയുക. ഇത് നിങ്ങളുടെ പക്കനാളിന് ചെയ്യുക. ഇതിൻ്റെ ഒരു രഹസ്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമ്മയ്ക്ക് ഈ കുങ്കുമാഭിഷേകം അല്ലെ കുങ്കുമാർച്ചന അല്ലെ കുങ്കുമം, ഇതും കടുംപായസവും ഒരു ചെമ്പരത്തിമാല അല്ലെ ചുമന്ന പൂക്കൾ കൊണ്ട് അർച്ചനയും കൂടെ ചെയ്താൽ നമ്മളുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ മാറ്റിത്തരും എന്ന് മാത്രമല്ല, ശത്രുശല്യങ്ങൾ, നമ്മൾക്കെതിരെ പ്രവർത്തിക്കുന്ന ശത്രുക്കളുടെ ശല്യങ്ങൾ, ഏതു തരത്തിലുള്ള പ്രവർത്തനങ്ങളെയാണേലും അമ്മ അതെല്ലാം നമുക്ക് ദോഷമാകാത്ത രീതിയിൽ അമ്മ അത് കൈകാര്യം ചെയ്യും. എന്ന് വെച്ചാൽ അവർക്ക് ദോഷം വരുമെന്നോ ഒന്നുമല്ല പറയുന്നത്, നമുക്ക് ദോഷമാകാത്ത രീതിയിൽ അമ്മ അതെല്ലാം തട്ടിവിടും എന്നുള്ളതാണ്. നമുക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാൻ തുടങ്ങും. കടങ്ങൾ മാറാൻ ഇത് ഉപകരിക്കും. ശത്രുപീഡകൾ മാറും. അതുപോലെ ദുർദേവതകളുടെ ഇപ്പം നെഗറ്റീവ് എനർജികൾ കാണുമല്ലോ പലയിടത്തും. ഇപ്പം നമ്മൾ താമസിക്കുന്ന ഒരു വീട്ടിൽ, ആ വീട്ടിൽ ഒന്നുകിൽ ചിലപ്പം ഏതെങ്കിലും നെഗറ്റീവ് എനർജികൾ, അല്ലെങ്കിൽ പഴയ വീടുകളൊക്കെ ആണെങ്കിൽ പഴയ ദുരാത്മാക്കളോ അങ്ങനെ വല്ലതും ചിലപ്പോൾ കാണാതിരിക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലയിടത്തൊക്കെ യാത്ര ചെയ്തിട്ട് പോകുമ്പം ചിലയിടത്തു നിന്നൊക്കെ നമ്മുടെ കൂടെ കൂടുന്ന ചില നെഗറ്റീവ് എനർജികൾ, ഇങ്ങനെയൊക്കെ ചില നെഗറ്റീവ് എനർജികളുടെ സ്വാധീനം ഉണ്ടാകാം. അതിന് നമ്മൾ വേറൊന്നും ചെയ്യാൻ പോകണ്ട, ഭദ്രകാളിയമ്മയെ വിളിച്ചാൽ മതി. ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്താൽ മതി. തെറ്റായ കാര്യങ്ങളുടെ പുറകെ പോകരുത് കേട്ടോ. അത് ചെയ്യുക ഇത് ചെയ്യുക എന്നൊന്നും പുറകെ പോകരുത്. നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുക, എല്ലാം മാറിക്കോളും. ഭദ്രകാളിയമ്മ വിചാരിച്ചാൽ മാറാത്ത കാര്യങ്ങളില്ല. അപ്പോൾ അതിനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ കുങ്കുമാഭിഷേകം അല്ലെ കുങ്കുമാർച്ചന,
അല്ലെ കുങ്കുമം ഭദ്രകാളിക്ക് സമർപ്പിക്കുക. അതിൻ്റെ കൂടെ കടുംപായസവും ചെമ്പരത്തിമാല അല്ലെ ചുമന്ന പുകൽ കൊണ്ടുള്ള അർച്ചനയെ സമർപ്പിക്കുക പക്കനാളിനും. മാത്രമല്ല ഭൂമി ദോഷങ്ങൾ, ഇപ്പോൾ ഒരാളുടെ ഭൂമിക്ക് ദോഷമുണ്ടെന്ന് ആരെങ്കിലും നോക്കി പറഞ്ഞു, അല്ലെ വീട് വെക്കുമ്പോൾ ദോഷമാണെന്ന് പറഞ്ഞു, ഉടനെ വീട് അങ്ങ് വിൽക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ചിലപ്പോൾ ഈ പറയുന്ന ആളുകൾക്ക് പല ഉദ്ദേശം കാണും. ചിലപ്പോൾ അവരുടെ തന്നെ കെയർ ഓഫിലെ റിയൽ എസ്റ്റേറ്റിൻ്റെ പരിപാടി കാണും, ഉള്ളവർ കാണും, ഇല്ലാത്തവർ കാണും. ഇതൊന്നും നിങ്ങൾക്ക് അറിയണമെന്നില്ല. അപ്പോൾ ഈ ഒരാൾ പറയുക ഭൂമി കൊള്ളത്തില്ല വിറ്റേര്, അല്ലെ വീട് വെക്കുന്നത് ദോഷമാണ്. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത്, ഒരു ഭൂമിയോ ഒരു വീടോ ഉണ്ടാകാൻ വലിയ പാടാണ്. നിങ്ങൾ വിറ്റ് കഴിഞ്ഞ് പെരുവഴിയിലായി കഴിഞ്ഞാൽ പുതിയൊരു വീടോ ഒരു സ്ഥലമോ മേടിക്കാൻ ചെല്ലും പറയാൻ എൻ്റെ ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഒരിക്കലും നിങ്ങൾക്ക് ഒരു അത്യാവശ്യത്തിന് കുട്ടികളെ പഠിപ്പിക്കാൻ അല്ലെ കടം വീട്ടാൻ അങ്ങനെ ഒരു നിവൃത്തികേടാണെങ്കിൽ മാത്രം വീടും സ്ഥലവും വിൽക്കുക, നിങ്ങൾക്കൊന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി. അല്ലാതെ ഇവരും പറയുന്ന കേട്ടുകൊണ്ട് ആ ദോഷമാണ് ഈ ദോഷമാണെന്നൊക്കെ പറഞ്ഞ് വീടും സ്ഥലം വിറ്റാൽ പെരുവഴിയായി പോകും. അത് നിങ്ങളുടെ ബുദ്ധിയില്ലായ്മ കൊണ്ടാണ്. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പലതും നമ്മളോട് പലരും പറയും, പക്ഷെ നമ്മളുടെ ചിന്തിച്ച് ഈശ്വരാധീനമുള്ളവരൊന്നും ചെയ്യത്തില്ല. നല്ല രീതിയിൽ ദൈവത്തെ വിളിക്കുന്നവരും ദൈവാനുഗ്രഹമുള്ളവരും ഇവരും പറയുന്ന കേട്ട് ഈശ്വരനെക്കാട്ടിയും വലിയ ആളായിട്ട് പലരെയും കണ്ട് അവരുടെ വാക്ക് കേട്ട് സ്വന്തം ബുദ്ധി പ്രയോഗിക്കാതെ പോകുന്നവരുടെ കാര്യം എന്നും അധോഗതി തന്നെയാണ്, അതാര് പോയാലും. അപ്പോൾ ഉടനെ സ്ഥലം വീടും വിൽക്കുകയല്ല ചെയ്യേണ്ടത്. ഇതുപോലെയുള്ള വഴിപാടുകൾ ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. ഏത് വീട്ടിലും താമസിക്കുക, ഏത് സ്ഥലത്തും താമസിക്കാം. കാരണം വിറ്റ് പെരുവഴിയിലായി കഴിഞ്ഞാൽ ഈ പറയുന്നവരെ നിങ്ങൾക്ക് മേടിച്ച് തരത്തില്ല. ഒരു സ്ഥലവും വീടും ഇല്ലാതാകുന്നവർക്കേ അതിൻ്റെ ബുദ്ധിമുട്ടാകത്തുള്ളൂ. ഞാൻ ഈശ്വരനോട് പലപ്പോഴും ഇങ്ങനെ, എൻ്റെ പ്രാർത്ഥന തന്നെ മൗന പ്രാർത്ഥനയാണ്. ഞാനിങ്ങനെ ആ മൗനത്തിലൂടെ ഭഗവാനോട് പറയുന്ന ഒരു കാര്യം, ഈശ്വര ആരും വീടും സ്ഥലവും ഇല്ലാത്തവർ ആകരുത്, വീടും സ്ഥലവും ഇല്ലാത്തവർക്കെല്ലാം വീടും സ്ഥലം ഉണ്ടാകണം എന്നൊരു പ്രാർത്ഥന എനിക്ക് എപ്പോഴും ഉള്ളത്. കാരണം ഈ വാടകയ്ക്കൊക്കെ പോയി താമസിച്ചാലും ഇപ്പോൾ അവർക്ക് ആ വീട്ടുകാർക്കൊരു മുഖം മുഷിച്ചിലുണ്ടായി, അവർക്ക് ഏതെങ്കിലും കാര്യം ഇഷ്ടപ്പെട്ടില്ലേ പറയുമ്പോൾ ഇറങ്ങി പോരണം, ഈ സാധനം എല്ലായിടത്തും വരുവഴിയിലാവും. അപ്പോഴേ നമുക്ക് സ്വന്തമായിട്ട് ഒരു ചെറിയ വീടാണെങ്കിൽ പോലും, ഒരു 2-3 സെൻറ്റ് സ്ഥലമാണെങ്കിൽ പോലും അതിൻ്റെ അകത്ത് കിടന്ന് ഉറങ്ങുന്നത് വലിയൊരു കാര്യമായി ദൈവാധീനമാണ്. ചില ആളുകൾ ആ ദോഷം ഈ ദോഷം എന്ന് പറഞ്ഞാൽ അത് വിറ്റ് കളഞ്ഞ് പെരുവഴിയിൽ ഇറങ്ങി, അത് അവനവൻ്റെ കുഴപ്പമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ കേൾക്കുക, നല്ല കാര്യങ്ങൾ അറിയുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഉള്ളത് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. നഷ്ടപ്പെടുത്തിയാൽ അതുപോലെ ഇരിക്കും. ഇവരും പറയുന്ന കേട്ടൊന്നും പോകരുത്. സ്വന്തം ബുദ്ധിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക. ഒരു ഈശ്വരനും പറഞ്ഞിട്ടില്ല നീ വീട് വെക്കാനൊന്നും. ഇതൊക്കെ ഓരോരുത്തർ അവരുടെ ഊഹാപോഹത്തിൽ പറയുന്നതും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ പുറകെ ഒന്നും പോകരുത്. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ചെയ്യുക. വിറ്റിട്ടുള്ള പണിയൊന്നും വേണ്ട, എല്ലാമുള്ള പണി മതി. പിന്നെ നിങ്ങൾക്കിപ്പം കടം വീട്ടണം, ലോണുണ്ട്, പിള്ളേരെ പഠിപ്പിക്കണം, നിങ്ങളൊരു നിവൃത്തികേടാണെങ്കിൽ വീട് സ്ഥലം വിറ്റിട്ട് കടം വീട്ടുക, അതൊക്കെ ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ ആവശ്യമില്ലാതെ ദോഷമാണെന്നൊക്കെ പറഞ്ഞ് വീട് സ്ഥലവും വിൽക്കുന്നത് പാടില്ല. അത് പരിഹാരങ്ങൾ ചെയ്ത് ഈശ്വരനെ വിളിച്ചാൽ മതി. നമ്മൾ അധ്വാനിച്ച് പരിഹാരങ്ങൾ ചെയ്യുക, ഈശ്വരനെ വിളിക്കുക, ഒരു കുഴപ്പമില്ല. പറഞ്ഞാൽ മനസ്സിലായി. പറയുന്ന ആളുകൾക്കാണ് ദോഷം, അവരുടെ വാക്കുകൾ കേൾക്കുന്നതാണ് ദോഷം. ഞാൻ പൊതുവെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഞാനൊരു ശിവയോഗിയാണ്, സത്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക, അല്ല തള്ളിക്കളയാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ഭൂമി ദോഷങ്ങൾ മാറിക്കിട്ടും. നമ്മൾ താമസിക്കുന്ന ഭൂമിയിൽ ഏതെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ ദേവിക്ക് പറഞ്ഞ വഴിപാടുകൾ ചെയ്താൽ വളരെ തുച്ഛമായ പൈസകൾ ഇതൊക്കെ ക്ഷേത്രത്തിൽ ആകത്തുള്ളൂ. ക്ഷേത്രത്തിൽ ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ ആ ദോഷങ്ങളൊക്കെ മാറും, ജീവിതത്തിൽ നല്ലൊരു മാറ്റങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. ഇനിയും നമ്മൾ പക്കനാളിന് ദേവിക്ക് ഇത് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം പറ്റുമെങ്കിൽ നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ ദാനധർമ്മങ്ങൾ ചെയ്യണം. ആർക്കെങ്കിലും ആഹാരം മേടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ വയറ് നിറഞ്ഞിരിക്കുന്നവനെ പോയി മേടിച്ചു കൊടുക്കുക എന്നല്ല. അർഹരായ ആർക്കെങ്കിലും ആഹാരം കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ദാനങ്ങൾ ചെയ്യുക, ചെയ്താൽ നല്ലതാണ്. പിന്നെ ഈ ദേവിക്ക് ഇത് ചെയ്യുന്ന പക്കനാളിന് തലേദിവസം ആരോഗ്യസ്ഥിതി അനുകൂലമുള്ളവർ, എന്ന് വെച്ചാൽ മരുന്ന് കഴിക്കുന്നവരോ ഒരിക്കലൊന്നും എടുക്കുകയൊന്നും വേണ്ട, അവർ പ്രാർത്ഥിച്ചാൽ മതി. ആരോഗ്യസ്ഥിതി അനുകൂലമുള്ളവർ ഒരിക്കലെടുക്കുക. രാവിലെയും വൈകിട്ടും അരി ചേരാത്ത ആഹാരം, ചപ്പാത്തി, ഫ്രൂട്ട്സ്, വെള്ളമൊക്കെ കുടിക്കുക. ഉച്ചയ്ക്ക് മാത്രം അരി ആഹാരം കഴിക്കുക, വെള്ളം കുടിക്കുക. അങ്ങനെ ഒരിക്കലെടുക്കുക. അന്നദാനങ്ങൾ, ദാനധർമ്മങ്ങൾ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പക്കനാളിന് ഈ ദേവിക്ക് വഴിപാട് ചെയ്താൽ അച്ചട്ടാണ് ബലം, നിങ്ങളുടെ ജീവിതം മാറിയിരിക്കും. ഇത് മാസത്തിൽ ഒരു തവണ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു ഇടയ്ക്കിടയ്ക്ക് മാസത്തിൽ ഇത് ചെയ്യാം. അടുത്ത മാസമോ അല്ലെങ്കിൽ ഏതെങ്കിലും മാസങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുക. ഒരു തവണയെങ്കിലും ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുന്നതല്ല, മാസത്തിൽ 1 വീതം പറ്റുന്ന പോലെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക. അപ്പോൾ ഇത് തലേദിവസം നിങ്ങൾ ഒരിക്കലും നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ജപിക്കേണ്ട ചില മന്ത്രങ്ങളുണ്ട്. അമ്മേ നാരായണ. ഈ അമ്മേ നാരായണ എന്നുള്ള മന്ത്രത്തിനൊക്കെ ഭയങ്കര ശക്തിയാണ് കേട്ടോ.
നിങ്ങൾക്ക് എത്രമാത്രം അറിയാമെന്ന് എനിക്കറിയില്ല. ഭയങ്കര ശക്തിയാണ്. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, ഭയങ്കര ശക്തിയാണ് മന്ത്രത്തിന്. അതുപോലെ തന്നെ ദേവി കടാക്ഷം പരിപൂർണം എന്ന് നിങ്ങൾ ഇതെല്ലാം ഭാവമുണ്ടാ പറയേണ്ട, മനസ്സിലല്ല ജപിക്കേണ്ടത്. അപ്പോഴേ ദേവിയുടെ അനുഗ്രഹം കിട്ടും. ദേവി കടാക്ഷം പരിപൂർണം അത്ഭുത മന്ത്രങ്ങളാണ്. ദേവി പാദം ശരണം അങ്ങനെ പറഞ്ഞാലും ദേവിയുടെ അനുഗ്രഹം അപ്പോഴേ കിട്ടും. പിന്നെ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. ഇതിനൊക്കെ അത്ഭുത ശക്തിയുണ്ട് കേട്ടോ ഈ മന്ത്രങ്ങൾക്കൊക്കെ. അപ്പോൾ നിങ്ങൾ ഈ മന്ത്രങ്ങൾ ജപിച്ചാലും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളുണ്ടാകും. ഇത് കുങ്കുമാഭിഷേകം ചെയ്യുന്നതിന് തലേദിവസം ഈ മന്ത്രങ്ങൾ നിങ്ങൾ രാവിലെയും വൈകിട്ട് നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഫ്രീ ആയിരിക്കുമ്പോഴൊക്കെ ജപിക്കണം. ക്ഷേത്രത്തിൽ പോയി എന്നാലും ജപിക്കുക. പിന്നെ തലേദിവസം ഒരിക്കൽ നിൽക്കാൻ പറ്റുന്നവർ ഒരിക്കൽ നിൽക്കുക. അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ പക്കനാളിൻ്റെ തലേദിവസം അങ്ങനെ ചെയ്തിട്ട് പക്കനാളിൽ നിങ്ങൾ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ഈ പറഞ്ഞ വഴിപാട് ചെയ്തു നോക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും, ഒരുപാട് ചേഞ്ചുകളുണ്ടാകും. യാതൊരു സംശയവും വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ ഇത് അത്ഭുതകരമായ കാര്യമാണ്. ഇത് ഒരുപാട് ജീവിതം മാറ്റുന്ന കാര്യമാണ്. ഈ കുങ്കുമാഭിഷേകം ചെയ്ത് ഒരുപാട് പേരുടെ ജീവിതം മാറിയിട്ടുണ്ട് കേട്ടോ. ഞാനിത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത് ചിലപ്പോൾ ചില ക്ഷേത്രത്തിൽ കാണത്തില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുങ്കുമാർച്ചന ചെയ്യുക. അതും ഇല്ലെങ്കിൽ കുങ്കുമം സമർപ്പിക്കാം. അതെല്ലാ ക്ഷേത്രത്തിലും ചെയ്യാമല്ലോ. ഇത് ഏത് സമർപ്പിച്ചാൽ അതിൻ്റെ എല്ലാം കൂടെ അമ്മയ്ക്ക് കടുംപായസം കൊടുക്കണം, ചെമ്പരത്തിമാലയും കൊടുക്കണം. ചെമ്പരത്തിമാല ഇല്ലെന്നുണ്ടെങ്കിൽ ചുവന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചന ചെയ്യാൻ തിരുമയോട് പറയാം. അപ്പോൾ ഇതൊക്കെ ജീവിതം എന്നേക്കുമായി മാറ്റുന്ന കാര്യങ്ങളാണ്. ഞാൻ ഇനിയും പറയാൻ പോകുന്ന ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ചില അക്ഷരങ്ങളുടെ ചില രഹസ്യങ്ങളാണ്. അപ്പോൾ ഈ അക്ഷരങ്ങൾ ഒരാളുടെ പേരിൻ്റെ ആദ്യം വരികയോ അല്ലെങ്കിൽ പേരിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് വരികയോ ആണെങ്കിൽ ആ അക്ഷരത്തിൻ്റെ ചില സ്വഭാവങ്ങളെ, ശക്തികളെ അല്ലെങ്കിൽ കുറവുകളെ അല്ലെങ്കിൽ ഗുണങ്ങളെ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അങ്ങനെ ആദ്യം പറയാൻ പോകുന്ന ഒരു അക്ഷരം ഇ ആണ്. ഇംഗ്ലീഷ് അക്ഷരം ഇ. ഈ ഇ എന്നുള്ള അക്ഷരം ഒരാളുടെ പേരിൻ്റെ ആദ്യം വരിക അല്ലെങ്കിൽ പേരിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് വന്നാൽ ആദ്യം വരുമ്പോഴാണ് കൂടുതൽ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്നത്. ആദ്യമോ അവസാനമോ വരുമ്പോഴാണ് കൂടുതൽ എഫക്റ്റ് ഉണ്ടാകുന്നത്. കൂടുതൽ ആദ്യം വരുമ്പോഴാണ്. അല്ലെ പേരിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വന്നാലും ഉണ്ടാകും. പക്ഷേ പേരിൻ്റെ ആദ്യം വരുമ്പോഴാണ് കൂടുതൽ എഫക്റ്റ് ഉണ്ടാകുന്നത്. ഈ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഇ എന്ന അക്ഷരം ഇത് ഭൗതിക സുഖങ്ങൾ തന്നെ, ഭൂമി, വീട്, സമ്പത്ത്, ഐശ്വര്യം, ഭൗതിക സുഖങ്ങൾ നൽകുന്നതാണ്. മാനസികമായിട്ടുള്ള ചില സന്തോഷങ്ങൾ നൽകുന്നതാണ്. അതുപോലെ ആത്മീയമായിട്ടുള്ള ചില അറിവുകൾ സമ്പാദിക്കാനും ആത്മീയമായ ചില കാഴ്ചപ്പാടുകളും ആത്മീയമായ ചില കാര്യങ്ങൾ ചെയ്യാനും ആത്മീയമായ ചില നല്ല യാത്രകൾ ചെയ്യാനും ഒക്കെ ചിലപ്പോൾ ഈ എന്നുള്ള അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകാം. പിന്നെ പേരിൻ്റെ ഏതെങ്കിലും ഭാഗത്താണ് ഈ എങ്കിൽ ഇതിൻ്റെ ചെറിയ സ്വാധീനം ഉണ്ടാകാം. അത്രയേ ഉള്ളൂ. ഉയർന്ന നിലയിലുള്ള ഒരു ജീവിതം ഇവർക്ക് കൈവരാം എന്നുള്ളതാണ്. അത് അവനവൻ്റെ കയ്യിലിരിപ്പൂടെ നന്നായിരിക്കണം. അതോടൊപ്പം ഈശ്വരാധീനം വേണം, നന്മയും വേണം. നമ്മുടെ കഴിവ് പ്രയോഗിക്കുമ്പോഴേ ഉയർന്ന നിലയിലുള്ള ജീവിതം ഉണ്ടാകത്തുള്ളൂ. കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളത് പ്രയോജനപ്പെടുത്തണം. അല്ല ഈ അക്ഷരത്തിൽ തുടങ്ങുന്നതെന്ന് പറഞ്ഞ് ചുമ്മാ വീട്ടിൽ കയറിയിരുന്നാലേ പട്ടിണി കൊണ്ട് മൂട്ടയിടത്തേ ഉള്ളൂ. നമുക്ക് കഴിവുണ്ടെങ്കിൽ ആ കഴിവ് പ്രയോജനപ്പെടുത്തുമ്പോഴേ നമ്മുടെ ജീവിതം മാറത്തുള്ളൂ. പിന്നെ ഈശ്വരാധീനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. താൻ പാതി ഈശ്വരൻ പാതി എന്നാണല്ലോ, അങ്ങനെ മനസ്സിലാക്കണം. ഇനിയും പറയാൻ പോകുന്ന അക്ഷരം എഫ് ആണ്. ഈ എഫ് എന്നുള്ള അക്ഷരത്തിൽ ഒരാളുടെ പേര് തുടങ്ങുകയോ ഒക്കെ ചെയ്താൽ അല്ലെ പേരിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എഫ് കാണപ്പെടുകയോ ചെയ്താൽ ഇവർക്കൊരു പിടിവാശി അല്ലെ കാർക്കശ്യ സ്വഭാവം ചിലപ്പോൾ ഉണ്ടാകാം. ചില കടുംപിടുത്തങ്ങൾ ഉണ്ടാകാം ചിലരിലെങ്കിലും. പിന്നെ ഇവർക്ക് കുടുംബത്തെയും സുഹൃത്തുക്കളോടൊക്കെ വളരെ ഒരു സ്നേഹം നിലനിർത്തുന്ന ഒരു സ്വഭാവവും ഉണ്ടാകാമെന്നുള്ളതാണ്. ഇതിൻ്റെ സ്വാധീനം കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ഈ എഫ് പേരിൻ്റെ ആദ്യം വരുമ്പോഴാണ് അതിൻ്റെ എഫക്റ്റ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഇനിയും പറയുന്ന അക്ഷരം ഈ ഡി എന്നുള്ള അക്ഷരമാണ്. ഡി എന്നുള്ള അക്ഷരത്തിൽ പേര് തുടങ്ങുക അല്ലെ പേരിൻ്റെ രണ്ടാമത്തെ അക്ഷരമാകുക അല്ലെങ്കിൽ പേരിൻ്റെ അവസാനം വരിക, ഇങ്ങനെ വന്നാൽ ഡിയുടെ സ്വാധീനം കൂടിയിരിക്കും. ഇനിയും പേരിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഭാഗത്ത് വരുവാണെങ്കിൽ വലിയ സ്വാധീനം ചെയ്യത്തില്ല. പേരിൻ്റെ തുടക്കത്തിലോ ഒക്കെ ആണെങ്കിൽ കൂടുതൽ സ്വാധീനം ഉണ്ടാവും. ഡിയുടെ ഒരു ഇതെന്ന് വെച്ചാൽ എപ്പോഴും വാദപ്രതിവാദങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രവണത കാണും. ഇതും വാദപ്രതിവാദം ഒന്ന് തർക്കിച്ച് സ്ഥാപിക്കുക അല്ലെ ഒന്നും പെട്ടെന്ന് അങ്ങോട്ട് അംഗീകരിക്കത്തില്ല. അതുപോലെ തന്നെ ഇവരുടെ ഒരു വിശ്വാസം മറ്റുള്ളവർക്ക് നേടാനും അത്ര പെട്ടെന്ന് പറ്റത്തില്ല ഈ ഡിയുടെ സ്വാധീനം. മാത്രമല്ല ഇവർ പല കാര്യങ്ങളും
ഈ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ളവർ തന്നെയാണ്. അതായത് ഒരു ഒന്നുമില്ലായ്മയെന്ന് ഒരു ചുക്കും അറിയത്തില്ലേ പോലും പഠിച്ച് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കണ്ടും മനസ്സിലാക്കി ബുദ്ധിയിലൂടെ നേടിയെടുക്കാനുള്ള ഒരു 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 ബുദ്ധി, കോമൺ സെൻസ്, അല്ലെങ്കിൽ ഒരു നല്ലൊരു നയം, ഒരു ബുദ്ധിയുള്ളവരാണ് ഈ ഡി ഉള്ളവർ. അവർക്ക് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാനും സാഹചര്യങ്ങൾക്കനുസരിച്ച് പഠിച്ച് ഇവർക്ക് ഉയർച്ച ഉണ്ടാക്കാനും കഴിവുള്ളവരാണ് ഈ ഡി എന്നുള്ള ഒരു അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവരും അല്ലെ ഡിയുടെ സ്വാധീനം കൂടുതലായിട്ട് വരുന്നവരും. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഒരു ചെറിയ അറിവിന് വേണ്ടി പറയുന്നതേ ഉള്ളൂ. നമ്മൾ പിള്ളേർക്കൊക്കെ പേരിടുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം, പിള്ളേർക്കൊക്കെ പേരിടുമ്പോൾ ശരിക്കും ഈ ആർ എന്ന അക്ഷരം, ഇംഗ്ലീഷ് ലെറ്ററിലെ ആർ എന്ന അക്ഷരം ആദ്യം വരുന്നത് വളരെ ഭാഗ്യം നൽകുന്നതാണ്. ആർ എന്ന അക്ഷരം, ഈ ആറ് നല്ലതായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഇംഗ്ലീഷ് ലെറ്ററിലെ ആറ്, അതിൻ്റെ അകത്തൊക്കെ ചില കാര്യങ്ങളുണ്ട്. അതുപോലെ എസ് എന്നുള്ള അക്ഷരം പ്രയോജനപ്പെടുത്തുന്നത് നല്ലതാണ്. അതുപോലെ എം പ്രയോജനപ്പെടുത്തുന്നത് നല്ലതാണ്. ആറ്, എസ്, എം, അങ്ങനെയുള്ള ചില എന്ന് വെച്ചാൽ ഞാനൊരു പൊതുവേ പറഞ്ഞതാണ്. അതുപോലെ ജെ എന്നുള്ള അക്ഷരം പ്രയോജനപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് പേരിൻ്റെ ആദ്യമൊക്കെ. അപ്പം ഇങ്ങനെ ചില രഹസ്യങ്ങളുണ്ട് പേരുമായിട്ട് ബന്ധപ്പെട്ട്. എന്ന് വെച്ചാൽ ഈ അക്ഷരം മാത്രമേ ഉള്ളെന്നല്ല അതിനർത്ഥം. ഞാൻ മനസ്സിൽ എൻ്റെ പെട്ടെന്ന് തോന്നിയ ഒരു ചില നല്ല അക്ഷരങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. പേരിൻ്റെ ആദ്യം അതുപോലെ പി എന്ന അക്ഷരവും വരുന്നത് നല്ലതാണ്. ഇവിടെ ഒരു താഴ്ന്ന നിലയിലായാൽ പോലും ഉയർച്ച വരും പി എന്ന അക്ഷരം. പിന്നെ നമ്മുടെ എഫേർട്ടൂടെ എല്ലാത്തിലും വേണം, അക്ഷരം ആയതുകൊണ്ട് മാത്രം കാര്യമില്ല. അപ്പം ഇങ്ങനെ ചില കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഈ ഒരു താഴ്ന്ന നിലയെ പോലെ ആണെങ്കിലും ഉയർച്ച വരാൻ കഴിവുള്ള അങ്ങനെ ഒരു ലെറ്ററാണ് എൻ എന്നുള്ള ലെറ്റർ. എൻ, എം, പി, ആർ, എസ്, ബി എന്നുള്ള അക്ഷരം. ഇതൊക്കെ ഒരു പവർഫുള്ളാണ്, വളരെ പവർഫുള്ളായിട്ടുള്ള ചില ലെറ്റേഴ്സാണ്. ഈ ലെറ്റേഴ്സ് പേരിൻ്റെ ആദ്യം വരുന്നത് വളരെ ഒരു നല്ലതാണ് എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ചില പേരിൻ്റെ ചില രഹസ്യങ്ങളുണ്ട്. അതുപോലെ പേരിലെ ചില ഉച്ചാരണങ്ങളും ആ പേരിലെ ചില ഉച്ചാരണങ്ങളും നല്ലതാണ്, ചില ഉച്ചാരണങ്ങൾ അത്ര നല്ലതായിരിക്കണമെന്നില്ല. ഈ ഉച്ചാരണങ്ങളെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം, പേരിൻ്റെ ചില രഹസ്യങ്ങളിലൂടെ പറയാം. അപ്പോൾ ഒരാളുടെ പേരെന്ന് പറഞ്ഞാൽ പേരിൻ്റെ അകത്തൊരു ഭാഗ്യമുണ്ട് കേട്ടോ. ആ പേരിൻ്റെ അകത്ത് പേര് തുടങ്ങുന്നതും അവസാനിക്കുന്നതും നല്ല ശബ്ദത്തോടു കൂടിയാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിലും അതിൻ്റെ ഒരു ഉയർച്ച ഉണ്ടാകുന്നതാണ്. പേര് തുടങ്ങുന്നതും അവസാനിക്കുന്ന നല്ല ഉച്ചാരണം ഉണ്ടല്ലോ, ആ നല്ല ഉച്ചാരണത്തോടു കൂടിയാണെങ്കിൽ, നല്ലൊരു ശബ്ദത്തോടു കൂടിയാണെങ്കിൽ അയാൾക്ക് ജീവിതത്തിൽ അതിൻ്റെ ഒരു ഗുണങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് കുറച്ച് കാര്യങ്ങൾ അടുത്ത വീഡിയോ പറഞ്ഞുതരാം. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോം ശിവശിവ.